ആയുസിന്റെ വേദം ആയുർവേദം ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഓൾഡ് NKN ഹോസ്പിറ്റൽ സൗത്ത് കുമ്പളങ്ങി ഫോൺ 8606240012 9656240012. കുമ്പളങ്ങിയിലും സമീപ പ്രദേശങ്ങളിലും ഉണ്ടാകുന്ന വേലിയേറ്റത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഇടവക വൈദികരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് ഭീമഹർജി നൽകി. കുമ്പളങ്ങിയിലും സമീപ പ്രദേശങ്ങളിലും ഉണ്ടാകുന്ന ശക്തമായ വേലിയേറ്റത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടവക വൈദികരും ഇടവക പ്രതിനിധികളും ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന് ഭീമഹർജി നൽകി. കുമ്പളങ്ങിയുടെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള തീരപ്രദേശങ്ങളിൽ രൂക്ഷമായ വേലിയേറ്റമാണ് ഉണ്ടാകുന്നത്. വീടുകളിലും വഴികളിലും റോഡുകളിൽ വരെ വേലിയേറ്റ വെള്ളം ഒഴുകിയെത്തുന്നത് ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കുമ്പളങ്ങി ഫെറോനയിലെ എല്ലാ ഇടവക വൈദികരും ഇടവക പ്രതിനിധികളും ചേർന്ന പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫിന് 3000-ലേറെ പേർ ഒപ്പിട്ട ഭീമഹർജി നൽകിയത്. അതിന്റെ ഭവിഷ്യത്ത് നമ്മൾ അനുഭവിക്കുന്നതുകൊണ്ട് ആണ് നമ്മളിപ്പോൾ ഞങ്ങൾ ഓരോ വഴികളിൽ പോകുമ്പോൾ കാണുന്നവർ പഞ്ചായത്ത് അറിയാം. അതിന് ഒരു നടപടി നമ്മൾ ഉണ്ടാക്കണം. ഇതിപ്പോ എല്ലാ ദിവസവും നമ്മളും പത്രം വായിച്ചാൽ നമ്മൾ കാണുന്ന വാർത്ത അടക്കത്തില്ല വേലിയേറ്റത്തിന്റെ കാര്യം. അപ്പോൾ നടപടികൾ നമ്മൾ ശക്തമായിട്ട് പഞ്ചായത്ത് മുഴുവൻ മെമ്പേഴ്സും ചേർന്നുകൊണ്ട് സെക്രട്ടറി ചേർന്നുകൊണ്ട് നടപടി ഏറ്റവും ചെയ്യാനായിട്ട് നമുക്കൊരു ഫണ്ട് എങ്ങനെ ഗതാഗത വകുപ്പിൽ നിന്ന് നേടിയെടുത്ത് നമുക്ക് ഇതിൽ പരിഹാരം കാണാനായിട്ട്. കാരണം ഒന്നുകിൽ ഡെക്കൽ മാറ്റിയ നമ്മുടെ കുറെ പ്രശ്നം പക്ഷേ സംവിധാനങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് അച്ഛന്മാരും ഒക്കെ താല്പര്യപ്പെടണം. നമ്മൾ ജനത്തിന്റെ പ്രയാസങ്ങൾ കേൾക്കുന്നവരാണ്. ഫെറോന വികാരി ഫാദർ സെബാസ്റ്റ്യൻ പുത്തമ്പുരക്കലിന്റെ നേതൃത്വത്തിലാണ് വൈദികരും അൽമായരും പഞ്ചായത്തിലെത്തിയത്. ഫാദർ ജോയി ചക്കാലക്കൽ, ഫാദർ ആന്റണി അഞ്ചുകണ്ടത്തിൽ, ഫാദർ ഫ്രാൻസിസ് സേവർ കളത്തിവീട്ടിൽ, ഫാദർ ആന്റണി തളുതറ, ഫാദർ എയ്ഡിൻ ഡിസൂസ എന്നീ വൈദികരും BPC രൂപതാ ട്രഷറർ മാർഗരറ്റ് ലോറൻസ് ക്ലാപ്പിത്തറ, ഫെറോന സെക്രട്ടറി മോളി മൈക്കൽ, ജോ അമ്പലത്തുങ്കൽ, സോണി അലുങ്കൽ, ജോർജ് ജോജി ചക്കാലക്കൽ, ഷീല ശാലി, ജോബി പുളിക്കൽ, ജോൺസൺ തട്ടാലിത്തറ എന്നീ ഇടവക പ്രതിനിധികളും സംഘത്തിലുണ്ടായിരുന്നു. വൈദികർ നൽകിയ പരാതി MLA വഴി തിരുവനന്തപുരത്ത് പോയി മന്ത്രിമാരടക്കമുള്ളവരെ കണ്ട് വേലിയേറ്റം മൂലമുണ്ടാവുന്ന ദുരിതങ്ങളുടെ കാഠിന്യം അറിയിക്കുമെന്നും പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് വൈദിക സംഘത്തെ അറിയിച്ചു. കുമ്പളങ്ങിയിലെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കുമ്പളങ്ങി എല്ലായിടത്തും ഉണ്ട് എങ്കിൽ പോലും എനിക്ക് കുമ്പളങ്ങിയിലെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ കുമ്പളങ്ങിയിലെ ആ ഒരു ശോചനീയമായ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തണമെന്ന് പറയുമ്പോഴേ ഫണ്ടെല്ലാം അലൗഡ് ആയിട്ടുണ്ട്. അതിന് നിയമ നടപടികൾക്ക് കുറച്ചുകൂടെ താമസമുണ്ട്. അടുത്ത് തന്നെ നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ സാധനം കോരി ഇടുമ്പോൾ അത് ഡംപ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്ഥലവും ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. കല്ലഞ്ചേരിയിൽ ഒരു സ്ഥലമുള്ള ആള് എനിക്ക് അനുവാദം തന്നിട്ടുണ്ട്. എന്തെല്ലാം ആണെങ്കിലും അത്രയും അവിടെ വേണമെങ്കിൽ നിറച്ചിട്ടോ ഞാൻ അതിനെ അനുവദിച്ചെന്നും പറഞ്ഞിട്ടുണ്ട്. അയാൾ എന്നെ കഴിഞ്ഞ ദിവസവും വിളിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ അത് ചെയ്തു തരുന്നതിന് യാതൊരു മടിയില്ലെന്ന്. അപ്പൊ നമ്മൾക്ക് ഈ എക്കല് നീക്കം ചെയ്തു കഴിഞ്ഞാൽ അത് അതിലേക്ക് ഡംപ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതിനോടൊപ്പം സൈഡിലേക്ക് കൂടെ ഉള്ള ഒരു പാരൽ റോഡാക്കി എടുക്കാനാണെങ്കിലും കൂടെ ഈ കുമ്പളങ്ങിക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഒരു പാരൽ റോഡ്. കുമ്പളങ്ങി പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും വേലിയേറ്റം മൂലം മാലിന്യം കലർന്ന വെള്ളമാണ് ഒഴുകിയെത്തുന്നതെന്നും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നും കുമ്പളങ്ങി ഫെറോന വികാരി ഫാദർ സെബാസ്റ്റ്യൻ പുത്തമ്പുരക്കൽ പറഞ്ഞു. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസിൽ നിൽക്കുന്നത് ഒരു ജനകീയ പ്രശ്നത്തെ പരിഹരിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും തന്നെ എല്ലാ പ്രദേശങ്ങളിലും വേലിയേറ്റം വഴിയായിട്ട് ഓരുവെള്ളവും മലിനജലവും വഴിയായിട്ട് നടക്കുവാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളും വഴികളുമാണുള്ളത്. വർഷങ്ങളായിട്ട് എക്കലടിഞ്ഞു കിടന്നും ചെളി നിറഞ്ഞു കിടന്നും കിടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന വേലിയേറ്റം ഓരോ വർഷവും കൂടിക്കൂടി വന്നത്. അപ്പൊ ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കുമ്പളങ്ങിൽ എല്ലാ ഇടവകളിൽ നിന്നുകൊണ്ട് ഒരു പ്രതീകാത്മകമായിട്ട് ഞങ്ങൾ 3210 പേരുടെ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് ഈ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു നിവേദനം സമർപ്പിക്കാനായി. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.